പെരുമ്പാവൂരിൽ സീറ്റ് കിട്ടാത്ത സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പിള്ളിൽ തുടർ നീക്കം ഇന്ന് പ്രഖ്യാപിച്ചേക്കും. മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്ന സൂചന എൽദോസ് നൽകിയിരുന്നു. അതേസമയം പാർട്ടിക്ക് വിരുദ്ധമായി എൽദോസ് കുന്നപ്പിള്ളിൽ ഒന്നും ചെയ്യില്ല എന്നാണ് തന്റെ വിശ്വാസമെന്ന് UDF സ്ഥാനാർത്ഥി മനോജ് മുത്തേടൻ പറഞ്ഞു. എൽദോസ് കുന്നപ്പിള്ളിയുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താൻ പോകുന്നത്. സ്വാഭാവികമായി ഒരു കൺഫ്യൂഷൻ ഉണ്ടായ സമയത്തുള്ളൊരു വിഷമവും കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത്. അല്ലാതെ അതിനകത്തൊരു നേതൃത്വത്തിനെതിരായിട്ടോ അല്ലെങ്കിൽ MLA വേറെ തരത്തിലൊന്നും ചിന്തിച്ചിട്ടില്ല. ഞങ്ങളൊരു 4 ദിവസം മുമ്പ് സംസാരിച്ചതാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായ ഒരു സമയത്ത് തന്നെ. അപ്പോൾ MLA എന്നോട് പറഞ്ഞു, മനോജാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഞങ്ങൾ മനോജിന് എല്ലാ പിന്തുണ ഉണ്ടാകും. ഞാൻ തിരിച്ചു പറഞ്ഞു, MLA ആണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകും, ഇനി വേറൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകും. അങ്ങനെ ഞങ്ങളൊരു പരസ്പര ധാരണയിലാണ് 3-4 ദിവസം മുമ്പ് സംസാരിച്ചത്. എൽദോസ് കുന്നപ്പിള്ളിലിന്റെ അതൃപ്തി പരിഹരിക്കാൻ കഴിയുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP പറഞ്ഞു. എൽദോസ് കുന്നപ്പിള്ളിലിനെ കാണാൻ ഫ്രാൻസിസ് ജോർജ് മൂവാറ്റുപുഴയിലെ വീട്ടിലെത്തിയെങ്കിലും കാണാനായില്ല. ഞാൻ എൻ്റെ വീട് ഇവിടെ അല്ലേ, ഞാനിതിലെ കടന്നു അല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാവരും തിരക്കല്ലേ, പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമായല്ലോ. എല്ലാം ഭംഗിയായിട്ട് പോകുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പം അദ്ദേഹം മത്സരിച്ചിരുന്ന സീറ്റല്ലേ, അപ്പം അദ്ദേഹത്തിന് പാർട്ടിയുടെ ഒരു തീരുമാനം വന്നാൽ അദ്ദേഹം പറഞ്ഞല്ലോ, പാർട്ടി തീരുമാനം അനുസരിച്ച് തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അതെല്ലാം സ്മൂത്തായിട്ട് തീരും, എല്ലാ കാര്യങ്ങളും പരിഹരിച്ച് പോകും. ഇപ്പം എല്ലാ കാര്യങ്ങളും പരിഹാരം ആയല്ലോ, എല്ലാം പരിഹരിച്ച് തന്നെ പോവല്ലേ. ചില തീരുമാനങ്ങൾ മാറി വരും, അപ്പം അതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അതെല്ലാം പരിഹരിച്ച് നീറ്റായിട്ട് പോകും. വിവരങ്ങളുമായി പെരുമ്പാവൂരിൽ നിന്ന് വിപിൻ C. വിജയൻ ചേരുന്നു. വിപിൻ C. വിജയൻ, എൽദോസ് കുന്നപ്പിള്ളിലിന്റെ തുടർ നീക്കങ്ങൾ എന്തൊക്കെയാണ്? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായേക്കും എന്ന സൂചനകൾ ഉണ്ടായിരുന്നു, പക്ഷേ സഹപ്രവർത്തകരുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കൂ എന്നാണ് എൽദോസ് കുന്നപ്പിള്ളിൽ ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ എൽദോസ് കുന്നപ്പിള്ളിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടോ? സീറ്റില്ലാത്തത് കാരണം ഇടഞ്ഞു നിൽക്കുന്ന ഈ കോൺഗ്രസ് നേതാക്കളെ അവരെ അനുനയിപ്പിക്കാനുള്ള പെടാപ്പാടിലാണ് നേതൃത്വം എന്ന് പറയേണ്ടി വരും. എൽദോസ് കുന്നപ്പിള്ളിയിൽ ഇപ്പോൾ ഈ സീറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്നു, അനുകൂലിച്ചുകൊണ്ട് ഒരു പ്രകടനം നടത്തുന്നു. അതിനുശേഷം ഇന്നലെ ഒരു ഉച്ച സമയമായപ്പോഴേക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളി മത്സരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. രാത്രിയായപ്പോൾ ഒരു പന്തം കൊളുത്തി പ്രകടനം വീണ്ടും അനുകൂലിച്ചുകൊണ്ട് നടക്കുന്നു. അപ്പോഴേക്കും 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ എൽദോസിന്റെ പേരില്ലാതാകുന്നു. അതിനുശേഷവും താൻ പാർട്ടിക്കൊപ്പം നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഇന്നലെ മനോജ് മുത്തേടൻ ഈ വീട്ടിലേക്ക്, അതായത് പെരുമ്പാവൂരിലെ എൽദോസ് കുന്നപ്പിള്ളിയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് മുഖം കൊടുക്കാതെ അവിടെ നിന്നും എൽദോസ് കടന്നു പോയിരുന്നു. ഇപ്പോൾ ആ ഒളിച്ചുകളി ഇപ്പോഴും തുടരുകയാണ്. കാരണം പെരുമ്പാവൂരിലെ വീട്ടിലില്ല, അല്ലെങ്കിൽ മൂവാറ്റുപുഴയിലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലില്ല, ഫോണിലാണെങ്കിൽ വിളിച്ച് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ഇപ്പോൾ എവിടെയാണ്, അല്ലെങ്കിൽ എന്തായിരിക്കും ഒരു തുടർ നീക്കം എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തമായ ചിത്രം നൽകിയിട്ടില്ല. പക്ഷേ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹവുമായി ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഒപ്പം ഫ്രാൻസിസ് ജോർജ് MP നേരിൽ കാണാനുള്ള ശ്രമം നടത്തുന്നു. ഇത്തരത്തിൽ അനുനയ നീക്കങ്ങളിൽ മത്സരിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്ന വിവരം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പോലും അവിടെ മത്സരിക്കാൻ തയ്യാറല്ല. പക്ഷേ പാർട്ടിയുമായുള്ള ചില നീക്കുപോക്കുകൾ അല്ലെങ്കിൽ അനുനയ ശ്രമങ്ങളൊക്കെ ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്നുള്ളത്, കൊച്ചി സീറ്റിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും ആ സീറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു. ദീപ്തി മേരി വർഗീസ് മനസ്സ് തുറന്നിട്ടില്ല. എന്താണ് തനിക്ക് അതൃപ്തിയുണ്ട്, പക്ഷേ മനസ്സ് തുറന്ന് അതെന്താണെന്ന് സംസാരിക്കാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. ഇന്ന് മാധ്യമങ്ങളെ കാണും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ അവസാനവട്ട ഒരുക്കങ്ങൾ, അതായത് നാമനിർദ്ദേശ പത്രിക വരെ ദീപ്തി മേരി വർഗീസ് പൂരിപ്പിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ സീറ്റ് നിഷേധിച്ചിരിക്കുന്നത്. അതിൽ ഇന്ന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ദിലീപ് കുമാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.